പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോസ്തലപ്രവൃത്തി 27-28 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ താൻ ബന്ധിക്കപ്പെട്ടവനായി കപ്പലിൽ താൻ യാത്ര ചെയ്യുകയാണ്. 27 അധ്യായത്തിൽ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് പറയുന്നു, ഈ കപ്പൽ തകരും, പക്ഷെ ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, തകർന്നാൽ വിടിവിപ്പാൻ കഴിവുള്ളവനാണ് എന്നോട് പറഞ്ഞ കർത്താവ്. വെള്ളത്തിൽ തകർക്കാൻ പടയാളികൾ പൗലോസിനെ കൊന്നുകളയാൻ പദ്ധതിയിടുമ്പോൾ ആ പദ്ധതിയെ തടയിടുന്നു. പൗലോസ് 28 അധ്യായം വായിക്കുമ്പോൾ കരയിൽ കയറുന്നു. മിലീത്തക്കാർക്ക് അവനോട് അസാധാരണമായി ദയ തോന്നി. ഞാൻ ആ സംഭവമല്ല പറയുന്നത്. അവിടെ വെച്ച് വിറക് കൂട്ടി തീ ഇവിടെ ശക്തി വർദ്ധിച്ചപ്പോൾ ആ വിറകിന്റെ ഉള്ളിൽ നിന്ന് അണലി പൗലോസിന്റെ കയ്യിൽ ചുറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കടലിനെ നടന്നു, പടകിൽ നിന്ന് ഇളക്കുന്ന ശക്തിയെ ശാസിച്ചു. അതുപോലെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ആരംഭിക്കുക. അതെ, ദൈവികമായ വിളി നിനക്കുണ്ടോ? ക്രിസ്തുവിൻ്റെ ഒരു വിളി നിൻ്റെ മേലുണ്ടോ? അതുപോലൊരു ശക്തമേറിയ വെല്ലുവിളി നിനക്കെതിരെ ഉണ്ട്. പക്ഷേ യേശു ജയിച്ചതുപോലെ, പൗലോസ് ജയിച്ചതുപോലെ നിനക്ക് ജയിക്കാനുള്ള അതേ ആത്മാവ് യേശുവിൽ നിന്ന് അപ്പോസ്തലന്മാരിലേക്ക്, അപ്പോസ്തലന്മാരിൽ നിന്ന് അടുത്ത ജനറേഷനുകളിലേക്ക് കാത്തിരുന്ന സകലരിലേക്കും ഈ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നെങ്കിൽ ഇന്ന് പകൽ പത്രോസിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട അതേ ദൈവശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. പൗലോസിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട തന്നെയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ആയതിനാൽ ഏത് അന്ധകാര ശക്തിയും എഴുന്നേൽക്കട്ടെ. ചിലപ്പോൾ അതിനകത്ത് ചിലത് നഷ്ടപ്പെടാം, പക്ഷേ നിന്റെ ജീവൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ആയതിനാൽ നീ ധൈര്യമായിരിക്കുക, നിനക്കൊന്നും സംഭവിക്കുകയില്ല. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ.